ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1802. ഇന്ന് ഡിസംബർ മാസം 6-ാം തീയതി. ഈ ആണ്ടിലെ 341-ാമത്തെ ദിവസത്തിലെത്തി. അവിഹിത വഴികളിലൂടെ ഗർഭം ധരിച്ചൊരു സ്ത്രീയെന്ന മറിയത്തെ യൗസേപ്പും ആദ്യ വിചാരത്തിൽ അങ്ങനെ കണ്ടെത്തുകയാണ്. അവിഹിതമായ വഴികളിലൂടെ ഗർഭം ധരിച്ചൊരു സ്ത്രീ. അതുകൊണ്ട് തന്നെ അവളെ ഉപേക്ഷിക്കേണ്ടതാണ്. ന്യായപ്രമാണത്തെ അല്പം ലംഘിച്ചിട്ടാണേലും സാരമില്ല. വലിയ പരിക്കുകളും അപമാനവും ഒക്കെ ഒഴിവാക്കാനായിട്ട് കൂടി ഈ നീതിബോധമുള്ള മനുഷ്യൻ തീരുമാനിക്കുന്നുണ്ട്. ഉള്ളിന്റെ ഉള്ളിൽ ഒരു സംഘർഷം നടക്കുന്നുണ്ട്. പതിയെ സംഘർഷങ്ങളും തർക്കങ്ങളും ഒപ്പമുള്ള മനുഷ്യരുടെ ജീവിതത്തെയും വല്ലാതെ പ്രതികൂലമായി ബാധിക്കത്തില്ലേ? നമ്മൾ ഓരോരുത്തരുടെയും കുടുംബജീവിതത്തെ എടുത്താൽ ദാമ്പത്യം മാത്രമല്ലല്ലോ, നമുക്കൊക്കെ ഒരു കുടുംബജീവിതമുണ്ട്. ഒരു കുടുംബത്തിന്റെ ഭാഗമാണ് നമ്മൾ. ചെറു കുഞ്ഞുങ്ങളാണേലും അവർക്കുമല്ലേ ഒരു കുടുംബം. ദാമ്പത്യം മാത്രമാണ് കുടുംബമെന്നും ദാമ്പത്യ ജീവിതം മാത്രമാണ് കുടുംബജീവിതമെന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. അവനവൻ വസിക്കുന്ന ഭവനത്തെയും ആ ഭവനത്തിന്റെ മുഴുവൻ ആളുകളെയും ഒക്കെ നോർത്തെ എന്തുമാത്രം തർക്കങ്ങളും വഴക്കുകളും കലഹങ്ങളും അരങ്ങേറുന്നുണ്ട്. എല്ലാ തർക്കങ്ങളും ആരംഭിക്കാൻ എന്തെങ്കിലും ഒരു ബാഹ്യ കാരണം മതി. ഒന്ന് ഓർത്തോണം, അതൊന്ന് പരിഹരിക്കപ്പെടണമെങ്കിൽ ആന്തരികമായ പരസ്പര ധാരണയുണ്ടാവണം. അത് ദൈവം കൂടി നൽകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ തർക്കങ്ങളും ഉള്ളിലെ സംഘർഷങ്ങളും സംശയങ്ങളും ആകുലതകളും ഒക്കെ ദൈവത്തോടൊന്ന് പങ്കുവെക്കാനായിട്ട് നമ്മൾ ഇതുവരെയും ശ്രമിച്ചിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും അതൊന്ന് ആരംഭിക്കണം. യൗസേപ്പിന്റെ ജീവിതവും വളരെ സംഘർഷഭരിതമായിരുന്നു. എന്നിട്ടും യൗസേപ്പ് എന്തൊക്കെയോ ബാഹ്യമായ തീരുമാനങ്ങൾ സ്വയം എടുത്തിട്ട് ദൈവവുമായിട്ടൊന്ന് ആലോചിക്കുന്നുണ്ട്. അവിടെയാണ് യൗസേപ്പിന് സ്വപ്നത്തില് ദൈവത്തിന്റെ ദർശനം കിട്ടിയെന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത്. ദൈവം പറഞ്ഞു തരും തിരുത്തേണ്ടത് എങ്ങനെ തിരുത്തണമെന്ന്. തർക്കങ്ങൾ ഇല്ലാതിരിക്കുന്നതിലല്ല ബന്ധങ്ങളുടെ മികവ് കേട്ടോ. തർക്കങ്ങളും കലഹങ്ങളും ഒക്കെ സ്വാഭാവികമായ ചില പ്രതികരണങ്ങൾ തന്നെയാണ്. പക്ഷെ ഓർക്കണം, ഓരോ തർക്കത്തിനിടയിൽ അവയെ അതിജീവിക്കുവാനായിട്ട് ആവശ്യമായ വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ അംശം നമ്മൾ ഉറപ്പുവരുത്തിയേ മതിയാവും. ഇത് എന്റെ നിങ്ങളുടെയും ഒരു യേശു ബന്ധത്തിൽ നിന്ന് ലഭിക്കേണ്ട അനുഭവങ്ങളാണ്. ചെറിയ ചെറിയ അനുഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരളവിൽ യേശുബന്ധമാണ് ഭൂമിയിലെ ബന്ധങ്ങളെയൊക്കെ കുറെ കൂടി ഭംഗിയായി നിലനിർത്താൻ നമുക്കിന്ന് ആവശ്യം. അത്തരമൊരു യേശുബന്ധത്തിനായിട്ട് ഡിസംബറിന്റെ ഓരോ ദിനങ്ങളെയും കുറെ കൂടി സുവിശേഷത്തിലേക്ക് അടുപ്പിക്കട്ടെ. സുവിശേഷത്തിലൂടെ ഒരു യേശു അനുഭവത്തെ കണ്ടെത്താനായിട്ട് അത് നമ്മളുടെ പ്രാവർത്തിക ജീവിതത്തിലേക്ക് നമുക്ക് പകർത്തുവാനായിട്ട് സാധിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടി ആമേൻ.